KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച UDF സർക്കാർ അത് നടപ്പിലാക്കിയിരിക്കുന്നു. പക്ഷേ പ്രഖ്യാപനം ഓർഡിനറി സർവീസിൽ മാത്രമായിരുന്നില്ല. KSRTCയുടെ എല്ലാ സർവീസുകളിലും സൗജന്യ യാത്രയായിരുന്നു പ്രഖ്യാപിച്ചത്. എന്തായാലും കൊല്ലത്ത് ഇതിൽ KSRTC ബസ്സിന് തന്നെ അത്ര താല്പര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഈ പ്രിയദർശിനി ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചു. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ എൻ്റെ ഈ പിന്നിൽ കാണുന്നത് കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം യാത്ര പുറപ്പെട്ട പ്രിയദർശിനി സൗജന്യ യാത്രാ ബസ്സാണ്. ആ ബസ് ഇപ്പോൾ കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കട്ടപ്പുറത്തായി. എയർ ലീക്ക് എന്നൊരു ഇത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന വണ്ടിയാണെന്ന് പറയുന്നു. 25ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു ട്രിപ്പിലെ ബസ്സാണ് ഇപ്പോൾ പണിമുടക്കി നട റോഡിലായത്. ഇതിൽ വാഹന ഗതാഗത കുരുക്ക് തന്നെ ഉണ്ട്. ഒരു ചെറിയ റോഡാണ്. ആ റോഡിൽ ഈ വാഹനം ഇപ്പോൾ പണിമുടക്കി നട റോഡിൽ കിടക്കുന്നത് നമ്മൾ ഈ കാണുന്നത്. നട റോഡ് എന്ന് പറയുമ്പോൾ സൈഡിലായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ വീതി കുറവായതുകൊണ്ട് വാഹന ഗതാഗതത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആദ്യ യാത്ര തന്നെ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. പിന്നീട് തൊട്ടുപുറകിൽ വന്ന മറ്റുള്ള ബസ്സുകളിലേക്ക് പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ എയർ ലീക്ക്, ടെക്നിക്കൽ പരമായി എയർ ലീക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരിതാണ് അവർ പറയുന്നത്. ഇവിടെ കണ്ടക്ടറും ഒക്കെ ഉണ്ട്. സാറേ, എന്തോ സംഭവിച്ചേ? വണ്ടിക്ക് എന്തോ സംഭവിച്ചേ? ഇതെല്ലാം ആളല്ല, ഞാനും ഇതിൻ്റെ ആൾ തന്നെ. ഞാൻ KSRTCക്കാരനാണ്. എയർ ലീക്ക് എന്ന് പറയുന്നത് ഓടിപ്പോയാൽ ഏത് വണ്ടിക്ക് ഉണ്ടാകുന്ന കാര്യമുണ്ട്. അതായത് ബ്രേക്ക് ചവിട്ടുമ്പം ലീക്കാവുന്നു. അത് വലിയ കംപ്ലൈൻ്റ് ഒന്നുമല്ല. എത്രയേ ഉള്ളൂ. എയർ ലീക്കായി. കൊണ്ടുവരാ എന്താ ഒരു 8-8:30 ഇപ്പം വരും. യാത്രക്കാരുണ്ടായിരുന്നോ ബസ്സിൽ? ഉണ്ട്, വേറെ ബസ്സിൽ കയറ്റിയുണ്ട്. ഈ ഫസ്റ്റ് യാത്ര അതിലെ യാത്രക്കാർക്കും അതിലെ ജീവനക്കാർക്കും ഒരു ബുദ്ധിമുട്ടായി. അവരത് ഇത് ഏത് വണ്ടികൾക്കായാലും ഇതൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഇവരുടെ വിശദീകരണം. എന്തായാലും ആദ്യ യാത്ര ഇവിടുന്ന് കുണ്ട്ര ഭാഗത്തുനിന്ന് വന്ന ബസ്സിനാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത്. അബദ്ധമല്ല, സാങ്കേതികമായ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ഇത് ഡിപ്പോയിൽ നിന്ന് KSRTC ഡിപ്പോയിലെ ഇനി ഇത് കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള ബസ് കൊണ്ടുവന്ന് അത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതിനായിരിക്കും അവർ ശ്രമിക്കുക. ഷമി. തീർച്ചയായും രാജ്കുമാർ, ഈ ഒരു ദിവസം തീർച്ചയായും അവർക്ക് അഭിമാനിക്കാം UDFനെ സംബന്ധിച്ച്. പക്ഷേ അവർ നൽകിയ വാഗ്ദാനം എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? എല്ലാ വീടുകളിലും കയറി VD സതീശൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് എവിടേക്കും പോകാം, തീർത്ഥാടനത്തിന് പോകാം, മറ്റ് യാത്രകൾക്ക് പോകാം, ഏത് KSRTCയിലും ബസ്സും നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞതിൻ്റെ പകുതി ഭാഗം അദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു. എന്തായാലും ഇത്രയെങ്കിലും ചെയ്യാൻ തോന്നിയൊരു കാര്യം. പക്ഷേ ഇതിൻ്റെ പേരിൽ മറ്റൊരു കാര്യമുണ്ട് രാജ്കുമാർ. ഈ KSRTC ബസ്സിലെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുക, അതുമാത്രവുമല്ല അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് വിഘ്നം വരിക, ഇതൊക്കെ എല്ലാവരും കാണുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കയ്യടി കിട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ പ്രിയദർശിനി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രായോഗിക തലം എന്താണ് എന്നുള്ളത്, പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് എന്ന് പറഞ്ഞവരാണ് ഇതൊക്കെ നടപ്പാക്കാൻ പോകുന്നത്. രാജ്കുമാർ. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിൽ തന്നെ സ്ത്രീകളെ അധികം കയറിയത് മുഴുവനും പുരുഷന്മാരായിരുന്നു. ഇതിനിടയിൽ ബിന്ദുകൃഷ്ണയുടെ തലയിലേക്ക് തിളച്ച പായസം, അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ അവിടെ പായസം വെച്ച് വിതരണമുണ്ടായിരുന്നു. അത് അവരുടെ തലയിലേക്ക് വീഴുകയും ഒപ്പമുണ്ടായിരുന്നവർ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പോലെ അത് തുടച്ചു മാറ്റുകയും ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് പൊള്ളലേറ്റേനെ. രാവിലെ ഇന്ന് ഈ സംസാരിച്ച് രാവിലെ ബിന്ദുകൃഷ്ണയോട് തന്നെ പിന്നീട് മാധ്യമപ്രവർത്തകരൊക്കെ ചോദിച്ചു, ഇതിൽ ഈ പ്രഖ്യാപനം, ഇപ്പോൾ ഈ ഷമ്മി പറഞ്ഞതുപോലെ പ്രഖ്യാപനം അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഈ കൂടുതൽ എല്ലാ ബസ്സുകളിലേക്കും ഉണ്ടാവുമെന്നാണല്ലോ വാഗ്ദാനം ചെയ്തിരുന്നത്. അതിന് അവർ നൽകിയ മറുപടി, ഞങ്ങളിപ്പോൾ ആരംഭിച്ചു, ഞങ്ങളുടെ ആദ്യഘട്ടമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്, തുടർന്ന് ഞങ്ങളിത് പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പൂർത്തീകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് മന്ത്രി ബിന്ദുകൃഷ്ണ നൽകിയ വിശദീകരണം. രാജ്കുമാറാണ് വിശദാംശങ്ങൾ